ഹായ്, സൈക്കോ ആംഗിളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എന്റെ പേര് നിസാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നുവരെ നമ്മുടെ ചാനലിനകത്ത് ചെയ്യാത്തൊരു കാര്യമുണ്ട്, കുക്കിംഗ് എന്ന് പറഞ്ഞത്. നമ്മൾ ഒത്തിരി മീനെ പിടിക്കാറുണ്ട്, പക്ഷെ ഇന്നുവരെ നമ്മൾ ആ പിടിച്ചുള്ള മീനൊന്നും കുക്ക് ചെയ്യണത് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നലെ നമുക്ക് കുറച്ച് കരിമീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കരിമീനെ സ്പെഷ്യൽ ആയിട്ടൊന്ന് വാഴന്റെ ഇല വെച്ച് പൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടുകാരും ഉമ്മയും പെങ്ങളും വൈഫും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയാ, ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതായത് നമ്മുടെ കരിമീനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം. അതുകൊണ്ടോ ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇന്ന് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴുകി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വരച്ചിട്ട് മസാലയൊക്കെയുള്ള പരിപാടിയൊക്കെ എന്തായാലും നമുക്ക് വരക്കാം. അപ്പോൾ അതേ നമ്മളെ മീനും കാര്യങ്ങളൊക്കെ വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം വരഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മീനിൽ തേക്കാൻ ആവശ്യമായിട്ടുള്ള മസാല കൂട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്ന് ചേർക്കുമ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഓരോ മസാല ഇടും. അപ്പോൾ ആ മസാല ഇടുന്ന സമയത്ത് എങ്ങനെയെന്ന് പറയാം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും അറിയില്ല. ഏകദേശം ഒരു മീനുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ. അപ്പോൾ അതിൻ്റെ എത്ര ടീസ്പൂൺ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ എടുക്കുന്ന മീനനുസരിച്ചുള്ള മസാലയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തുള്ളത്. ആദ്യം കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കായം മിക്സ് ചെയ്ത്, അതായത് പൊടിച്ചത്, പിന്നെ അതുപോലെ കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, ഇഞ്ചും വെളുത്തുള്ളിയും കൂടി നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസാക്കിയത്, വലിയ ചെറുനാരങ്ങ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി, ആവശ്യത്തിന് ഉപ്പിടുക. ഇനി കുറച്ച് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതുണ്ട്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. പക്ഷെ നല്ല വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിക്കുന്നുണ്ട് മസാലയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മസാല മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കത് മീനിനകത്തൊന്ന് പുരട്ടിയിട്ട് അവിടെ കുറച്ച് ടൈം വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മസാല മീനിൽ പുരട്ടാം. അത് ഇന്ന് നമ്മൾ വാഴൻ്റെ ഇല വെട്ടണം. അത് മതി അവിടെ. നമ്മൾ വാഴൻ്റെ ഇല വെട്ടാൻ പോവുകയാണ്. നമുക്കത് പൊള്ളിക്കാൻ ആവശ്യമായിട്ട് വാഴൻ്റെ ഇല ആവശ്യം വരുന്നുണ്ട്. എന്നാലും നമുക്ക് വാഴൻ്റെ ഇല കുറച്ച് വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ള. ആദ്യം ഒരു ഹാഫ് വേവിലാക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം പാത്രം ചൂടാവട്ടെ, അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമുക്കിത് ഒരു ഹാഫ് വേവ് അത് കിട്ടും. 2 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയോ? അപ്പോൾ എന്തായാലും നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം.
രണ്ട് സൈഡും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഏകദേശം നമ്മൾ മസാല വെച്ചിട്ടുള്ള മീൻ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫ്രൈ ആയി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മസാല സെറ്റായി കിട്ടുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അരമണിക്കൂർ കുറഞ്ഞത് വെക്കണം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മളെല്ലാ കരിമീനും നമ്മൾ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള വായൻ്റെ ഇലയിൽ വെച്ച് പൊള്ളിക്കാനുള്ള മസാല സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിനുള്ള മസാല നമ്മൾ സെറ്റാക്കുന്നത് നമ്മളിപ്പോൾ പൊരിച്ചെടുത്തിട്ടുള്ള അതേ വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂട്ടിയിട്ട് നമ്മളെല്ലാ മസാല ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ഇടുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം. നമ്മൾ ഉള്ളി ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. നമുക്ക് വലിയ ഉള്ളി ഇടാം, പക്ഷേ ഒത്തിരി കൂടി ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ വേണം. അതുകൊണ്ട് ചെറിയ ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഒരു 4-5-6 മീനുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളി ഒന്ന് കുറച്ച് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം ഒരു വാടി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അതിൽ കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് അപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഏകദേശം വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഓരോ മസാല, അതായത് മുളകും പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്യരുത്. ഓരോന്ന് ഇടുമ്പോഴും അത് ഏതൊക്കെ ഐറ്റംസ് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, മല്ലിപ്പൊടി പക്ഷെ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കണക്ക് നമ്മൾ കറക്റ്റ് പറയുന്നില്ല. അല്ല, മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇപ്പം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ കുരുമുളക് പൊടി അത്യാവശ്യം കൂടുതലുണ്ടെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് വരും. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ. കാശ്മീർ നമ്മളെ കയ്യിലില്ല. കാശ്മീരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആ റെഡ് കണ്ട് കിട്ടും. നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ നമ്മൾ ആ ഉള്ളി റെഡി ആവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുള്ളൂ. മുന്നേ നമ്മൾ ആ മീൻ ഹാഫ് ഫ്രൈ ആക്കിയാലും അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കാം. കായത്തിന് കിട്ടും കുറച്ച് കായം മതി, കുറച്ച് മതി. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചത് അത് ഫുൾ കിട്ടും. കറക്റ്റ് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയാണെങ്കിൽ ഇത്രയും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്. ഓവറാൻ പാടില്ല, അത്യാവശ്യം കുഴപ്പമില്ല. 2 കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളൊരു 2 മിനിറ്റോളം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, തീ ഓവർ ആവാൻ പാടില്ല, ചൂട് കൂടാൻ പാടില്ല. നേരെ ചൂടിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. തേങ്ങാപ്പാൽ വെച്ചു മിക്സ് ആയി. അപ്പോൾ അതേ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട് പൊള്ളിക്കാനുള്ള. അപ്പോൾ പാലൊക്കെ ഒഴിച്ചത് സെറ്റായി നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വായൻ്റെ ഇലയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ വായൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണം. അതായത് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കണം വായൻ്റെ ഇല. അപ്പോൾ അതായത് നമ്മുടെ വായൻ്റെ ഇല ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കുന്നുണ്ട്. വാട്ടിയിട്ട് ഒന്ന് തീയിലിട്ട് ആക്കിയിട്ട് ഒന്ന് നമുക്ക് കെട്ടാൻ, അത് കരിമീൻ വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാൻ അത്രയും കൂടി ഈസി ആയിരിക്കും. മറ്റേത് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചുള്ള മീൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വായൻ്റെ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് തീയിലിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിന് സെറ്റ് ചെയ്യാതെ അതായത് പൊള്ളിച്ചെടുക്കാനുള്ള മസാല സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കത് വായൻ്റെ ഇല വെച്ച് കെട്ടാൻ വായൻ്റെ തണ്ട് തന്നെയാണ്, വായൻ്റെ ചേളെന്നൊക്കെ പറയും, അതിൻ്റെ ഒരു കയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൽ കുറച്ച് മസാല ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മീനെടുത്ത് വെക്കാം. മസാല ഇട്ടോ മസാല
ഇനി അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്കൊരു വാഴൻ്റെ പീസ് എടുത്ത് വെക്കാം. നല്ല പീസ് എടുത്തെടുത്തേ പോലെ മേൾക്ക് വെച്ചിട്ട് എന്നാലും നമുക്കൊന്ന് മടക്കി സെറ്റ് ചെയ്യാം. അതേപോലെ ബാക്കിയുള്ള എല്ലാ മീനും നമ്മൾ മസാല തേച്ചിട്ട് നമ്മുടെ ഇലയിൽ പൊതിഞ്ഞെടുക്കും. അതിനുശേഷം നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള മീനെല്ലാം കൂടി നമുക്ക് അതുപോലെ ഇലയിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ എല്ലാ കരിമീനെയും നമ്മുടെ മസാല പൊള്ളിച്ചെടുക്കാനുള്ള മസാല ഒക്കെ തേച്ച് വാഴൻ്റെ ഇലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതെ, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 2 കരിവേപ്പിലയുടെ ഇല്ലിയുണ്ട്, അതൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ടുണ്ടാവും. കരിമീൻ എടുത്തിട്ട് ഇതിലോട്ട് വെക്കാം. നമ്മുടെ വാഴൻ്റെ ഇലയിൽ പൊള്ളിക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നമ്മൾ നേരത്തെ വെച്ച പോലെ അല്ല, 2 മിനിറ്റ് വെച്ചാൽ പോരാ. ഏകദേശം ഒരു 3-4 മിനിറ്റ് വെക്കേണ്ടി വരും. നമ്മൾ അത്രയും എന്താ പറയുക, തീ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ വാഴൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അത്യാവശ്യം ഉണ്ട്, നമ്മൾ കാണിച്ച പോലെ തന്നെ അത്രയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അവസാന പീസാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പെങ്ങളെ മക്കളാണ് 3 പേരും. അവരെ കൊണ്ടാണ് ആദ്യം നമ്മൾ കഴിപ്പിക്കുന്നത്. അത്യാവശ്യം എന്താ പാട് കഴിച്ചിട്ട്? മുനാപ്പി ആള് ഭയങ്കര കഴിക്കലാണ്. സണ്ടാ അപ്പൊ ഇനി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കുകയാണ്. അപ്പൊ ആരും ക്യാമറയ്ക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ പെങ്ങളെ മക്കളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിച്ച് പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവരോട് നല്ല കഴിക്കലാണ്. അയ്യോ, പൊളിച്ചു. എൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ട് ചോറുണ്ടോ അപ്പോൾ, പക്ഷെ ഇത് സെപ്പറേറ്റ് കഴിക്കുന്നത് അതൊരു വേറെ ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ആ കരിമീൻ്റെ ടേസ്റ്റും അതോടൊപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്തുള്ള പാലൊക്കെ വെച്ചുള്ള മസാല ഉണ്ടല്ലോ, അത് കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോ ഉണ്ടാക്കിയുള്ള ഈ ഒരു കരിമീൻ പൊള്ളിച്ചതുണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഉള്ളതാണ് പറയുന്നത്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഈ അതിലേക്ക് ചേർത്തിട്ടുള്ള കൂട്ടാളുണ്ടല്ലോ, മസാലയും അതിന്റെ കാര്യങ്ങളൊക്കെ, അത് നമ്മൾ കറക്റ്റ് അളവൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്, മസാല കൂട്ടലും കാര്യം. പക്ഷെ മസാല ഏതാന്ന് എന്താന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. പോരട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക.
അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല കുക്കിംഗ് വീഡിയോസും ഫിഷിംഗ് വീഡിയോസും അൺബോക്സിംഗ് വീഡിയോസും റിവ്യൂ വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്.